സെക്കൻഡ് മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ളത് പൈത്തണിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന 2 ലൈബ്രറീസ് ആണ്. ഒന്ന് numpy എന്ന ഒരു ലൈബ്രറിയും അതുപോലെ തന്നെ matplotlib എന്ന് പറഞ്ഞ മറ്റൊരു ലൈബ്രറി. ഇത് രണ്ടുമാണ് സെക്കൻഡ് മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഇത് മൊഡ്യൂൾ പഠിക്കുക എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ആ മൊഡ്യൂൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്, ആ മൊഡ്യൂളിൽ ഉള്ള ഫങ്ഷൻസും വേരിയബിൾസും ഒക്കെ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്ന് മാത്രമാണ് പഠിക്കുന്നത്. അതായത് ഇപ്പോൾ ഈ numpy എന്ന മൊഡ്യൂൾ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇത് നമുക്ക് മെട്രിക്സ് ഡിഫൈൻ ചെയ്യാനും പ്രോഗ്രാമിൽ ഒരു മെട്രിക്സ് ഡിഫൈൻ ചെയ്യാനും മെട്രിക്സ് മാനിപ്പുലേഷൻസ് ചെയ്യാൻ നമുക്ക് മെട്രിക്സ് ഡിഫൈൻ ചെയ്യാനും ആ മെട്രിക്സിനെ മാനിപ്പുലേറ്റ് ചെയ്യാനും ഉപയോഗിക്കുന്ന ഒരു മൊഡ്യൂളാണ് numpy. അപ്പോൾ ഇതിൽ നമ്മൾ പഠിക്കുന്നത് ഇങ്ങനെയാണ്, ഒരു മെട്രിക്സ് എങ്ങനെ ഡിഫൈൻ ചെയ്യാം. അല്ലാതെ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കുന്നില്ല. ഒരു മെട്രിക്സ് എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, ആ മെട്രിക്സ് എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യാം. അതായത് ഇപ്പോൾ 2 മെട്രിക്സ് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം, ആ മൾട്ടിപ്ലൈ ചെയ്യാനുള്ള സിൻടാക്സ് എങ്ങനെയാണ്, ഒരു മെട്രിക്സ് എന്ന് കഴിഞ്ഞാൽ അതിന്റെ ഡിറ്റർമിനന്റ് എങ്ങനെ കണ്ടുപിടിക്കാം, ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാനുള്ള ഫംഗ്ഷൻ എന്താണ്, അതെങ്ങനെയാണ് ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്, ഒരു മെട്രിക്സ് എന്ന് കഴിഞ്ഞാൽ അതിന്റെ ഈഗൻ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം, പിന്നെ 3 ഇക്വേഷൻസ് തന്നു കഴിഞ്ഞാൽ 3 സൈമിൾട്ടേനിയസ് ഇക്വേഷൻ ആണെങ്കിൽ അതിനെ എങ്ങനെ മെട്രിക്സ് ഉപയോഗിച്ച് സോൾവ് ചെയ്യാം, അതെങ്ങനെ നമുക്ക് പൈത്തൺ ഉപയോഗിച്ച് ചെയ്യാം. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത്. അപ്പോൾ ഈ മൊഡ്യൂളിൽ നമുക്ക് ഈ സിൻടാക്സസ് മാത്രമേ പഠിക്കാനുള്ളൂ. എങ്ങനെ ഒരു അറേ ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാനുള്ള സിൻടാക്സ് എന്താണ്, ഈഗൻ വാല്യൂ കണ്ടുപിടിക്കാനുള്ള സിൻടാക്സ് എന്താണ്. അപ്പോൾ ഇതിൽ ആ സിൻടാക്സസ് മാത്രമാണ് പഠിക്കാനുള്ളത്, numpyയിലെയും matplotlibലെയും. അപ്പോൾ ഇത് അങ്ങനെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒന്നുമില്ല, പക്ഷെ അത് ഓർത്തിരിക്കാൻ നിങ്ങൾ ഈ സിൻടാക്സ് ഒരു പേപ്പറിൽ എഴുതി വെക്കുക, ഇത് ഇടയ്ക്കിടയ്ക്ക് നോക്കുക, അത്രേ ഉള്ളൂ. കൂടുതലായിട്ട് ഒന്നുമില്ല ഈ മൊഡ്യൂളിൽ. നമ്മൾ ആദ്യത്തെ മൊഡ്യൂളിൽ ഫോർ ലൂപ്പ് ഒക്കെ പഠിച്ച പോലെ അങ്ങനെ ലോജിക് ഉപയോഗിക്കേണ്ടതോ നമ്മൾ കുറെ ചിന്തിക്കേണ്ടതായിട്ടുള്ള ഒന്നുമില്ല ഈ മൊഡ്യൂളിൽ. നമുക്ക് ആദ്യത്തെ പഠിക്കാനുള്ളത് numpy ആണ്. numpy എന്ന് വെച്ചാൽ ന്യൂമറിക്കൽ പൈത്തൺ, അതിന്റെ ഒരു ഷോർട്ട് ഫോം ആണ് numpy എന്ന് എഴുതുന്നത്. ഈ മൊഡ്യൂൾ ഉപയോഗിക്കുന്നത് ഒരു മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യാൻ, അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. മെട്രിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഈ numpyയുടെ ലാംഗ്വേജിൽ അതിനെ അറേ എന്നാണ് പറയുക. മെട്രിക്സിനെ numpyയുടെ ലാംഗ്വേജിൽ അറേ എന്നാണ് പറയുക. അറേ നമ്മൾ ഓൾറെഡി പൈത്തണിൽ പഠിച്ച ലിസ്റ്റ് തന്നെയാണ്. ലിസ്റ്റ് പൈത്തണിൽ ലിസ്റ്റ് എന്ന് പറയുന്ന അതിനെ തന്നെയാണ് ഈ numpy മൊഡ്യൂളിൽ എന്തെന്ന് പറയുന്നത്, അറേ എന്ന് പറയുന്നത്. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്, അത് പറയാം. അപ്പോൾ ഈ അറേ എന്തിനാണ് ഉപയോഗിക്കുന്നത്, നമുക്ക് ഒരു മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യാനും അത് മാനിപ്പുലേറ്റ് ചെയ്യാനും. മെട്രിക്സും ക്രിയേഷൻ ആൻഡ് മാനിപ്പുലേഷൻ, അതിനെ നമ്മൾ പറയുന്ന മാത്തമാറ്റിക്സിനെ എന്താണ് പറയുന്നത്, ലീനിയർ ആൾജിബ്ര എന്നാണ് പറയുന്നത്. അപ്പോൾ ലീനിയർ ആൾജിബ്ര ഉള്ള എന്ത് പ്രോബ്ലം ചെയ്യാനും നമുക്കിത് ഉപയോഗിക്കാം. ലീനിയർ ആൾജിബ്ര, അതുപോലെ തന്നെ ഫുറിയർ സീരീസ്, ഫുറിയർ ട്രാൻസ്ഫോം, അതൊക്കെ ചെയ്യാനും ഇത് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പൊ numpy എന്ന് വെച്ചാൽ എന്താണ്, ന്യൂമറിക്കൽ പൈത്തൺ ആണ്. ഇത് ബേസിക്കലി ഉപയോഗിക്കുന്നത് മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യാനും മാനിപ്പുലേറ്റ് ചെയ്യാനും. അത് അങ്ങനെ ചെയ്യുന്ന മാത്തമാറ്റിക്സിന്റെ ബ്രാഞ്ചാണ് ലീനിയർ ആൾജിബ്ര. അപ്പൊ മെയിൻ ആയിട്ട് ലീനിയർ ആൾജിബ്ര ചെയ്യാനാണ് ഈ numpy നമ്മൾ ഉപയോഗിക്കുക. ലീനിയർ ആൾജിബ്ര എന്ന് വെച്ചാൽ എന്താ, മെട്രിക്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇക്വേഷൻസ് ഒക്കെ സോൾവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ലീനിയർ ആൾജിബ്ര. അപ്പൊ അതിൽ എന്തൊക്കെയാ വരിക, മെട്രിക്സ് വരും, അതിന്റെ ഡിറ്റർമിനന്റ് എങ്ങനെ കണ്ടുപിടിക്കാം, ഈഗൻ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം, ഈഗൻ വെക്ടർ എങ്ങനെ കണ്ടുപിടിക്കാം, അത് ഉപയോഗിച്ചിട്ട് സൈമിൾട്ടേനിയസ് ഇക്വേഷൻസ് എങ്ങനെ സോൾവ് ചെയ്യാം. അതായത് ഒരു 3 ഇക്വേഷൻ ഉണ്ടെങ്കിൽ അതിന്റെ കോഎഫിഷ്യന്റ് എടുത്തിട്ട് ഒരു മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യും, അത് ഉപയോഗിച്ചിട്ട് എക്സും വൈയും ഇസഡും കണ്ടുപിടിക്കും, അതിന്റെ വാല്യൂ കണ്ടുപിടിക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ് ലീനിയർ ആൾജിബ്ര. അപ്പൊ അത് നമുക്ക് എങ്ങനെ പൈത്തൺ ഉപയോഗിച്ച് ചെയ്യാം, അല്ലെങ്കിൽ numpy ഉപയോഗിച്ച് ചെയ്യാം എന്നാണ് നമ്മൾ നോക്കുന്നത്.
അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പൈത്തണിലെ ലിസ്റ്റും ഈ നംപൈയിലെ അറേ. പൈത്തൺ എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെ പഠിച്ച ബേസിക് ആയിട്ടുള്ള പൈത്തൺ, അതും ഈ നംപൈ മൊഡ്യൂളും തമ്മിൽ ഒരു ഡിഫറൻസ് ഉണ്ട്. അതിലെ ലിസ്റ്റും ഈ നംപൈ മൊഡ്യൂളിലെ അല്ലെങ്കിൽ നംപൈ ലൈബ്രറിയിലെ അറേയും തമ്മിൽ ഒരു ഡിഫറൻസ് ഉണ്ട്. അതാണ് ഇനി പറയുന്നത്. ഒരു ഡിഫറൻസ് ഇതാണ്, ലിസ്റ്റിൽ നമുക്ക് ഡിഫറെന്റ് ഡേറ്റ ടൈപ്സ് ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ അറേയിൽ ഒരു സെയിം ഡേറ്റ ടൈപ്പ് ആയിരിക്കണം നമ്മൾ ഒരു അറേയിൽ ഉപയോഗിക്കുക. ഇപ്പൊ ലിസ്റ്റിലാണെങ്കിൽ നമുക്ക് ലിസ്റ്റ് 1, A, 1.2 എന്ന് എഴുതാം. അതായത് ആദ്യത്തേത് ഇൻറ്റിജറും രണ്ടാമത്തേത് സ്ട്രിങ്ങും മൂന്നാമത്തേത് ഫ്ലോട്ടും ഉപയോഗിച്ച് നമുക്കൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അറേയിൽ എല്ലാ എലമെന്റ്സും ഒരേ ഡേറ്റ ടൈപ്പ് ആയിരിക്കണം. ഒന്നെങ്കിൽ ഇൻറ്റിജർ ആണെങ്കിൽ എല്ലാം ഇൻറ്റിജർ ആയിരിക്കണം, ഫ്ലോട്ട് ആണെങ്കിൽ എല്ലാം ഫ്ലോട്ട് ആയിരിക്കണം, അല്ലെങ്കിൽ സ്ട്രിങ് ആണെങ്കിൽ എല്ലാം സ്ട്രിങ് ആയിരിക്കും. അതാണ് ഒരു കാര്യം. പിന്നെ ഇത് തമ്മിലുള്ള വേറൊരു വ്യത്യാസം സ്പീഡിലൊരു വ്യത്യാസമുണ്ട്. അതായത് ലിസ്റ്റ് ഉപയോഗിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ സ്പീഡിൽ നമുക്ക് ഓപ്പറേഷൻസ് ചെയ്യാൻ അറേ ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ സൈസ് അറേക്കായിരിക്കും സൈസ് കുറവ്. ഒരു ലിസ്റ്റ് ഒരേ ഡേറ്റ ഉപയോഗിച്ചിരിക്കുന്ന ലിസ്റ്റും അതേ ഡേറ്റ തന്നെ ഉപയോഗിച്ചിരിക്കുന്ന അറേയും എടുത്തു കഴിഞ്ഞാൽ അറേ ആയിരിക്കും സൈസ് കുറവ്. സൈസ് കുറവെന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് മെമ്മറിയിൽ അത് സ്റ്റോർ ചെയ്യുമ്പോൾ കുറവ് മെമ്മറി മതി അറേ സ്റ്റോർ ചെയ്യാൻ. ലിസ്റ്റ് സ്റ്റോർ ചെയ്യാൻ കൂടുതൽ മെമ്മറി വേണം. അത് സ്റ്റോർ ചെയ്യുന്ന രീതിയിൽ ചെറിയ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ആ സൈസിൽ ഡിഫറൻസ് വരുന്നത്. ആ സൈസിലുള്ള ഡിഫറൻസ് കൊണ്ട് തന്നെയാണ് സ്പീഡിലും ഡിഫറൻസ് വരുന്നത്. ഇപ്പോൾ ലിസ്റ്റ് ഉപയോഗിച്ച് ഒരു ഓപ്പറേഷൻ ചെയ്യുന്നതിനേക്കാളും സ്പീഡിൽ നമുക്ക് അറേ ഉപയോഗിച്ച് ഒരു ഓപ്പറേഷൻ ചെയ്യാം. അങ്ങനെ വ്യത്യാസം വരാനുള്ള കാരണം ഈ അറേയും ലിസ്റ്റും മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്ന രീതിയിൽ ഒരു വ്യത്യാസമുണ്ട്. അറേ നമ്മളൊരു മെമ്മറി സ്ലോട്ട്സ് എടുക്കുകയാണെങ്കിൽ ആ സ്ലോട്ട്സിൽ അഡ്ജസൻറ്റ് സ്ലോട്ട്സിലാണ് സ്റ്റോർ ചെയ്യുക. ലിസ്റ്റ് അങ്ങനെയല്ല. ആ ഡീറ്റെയിൽസ് ഒന്നും വേണ്ട, നമുക്ക് ഇങ്ങനെ ഇത് മാത്രം അറിഞ്ഞാൽ മതി. അറേയുടെ സൈസ് കുറവാണ് ലിസ്റ്റിനെ അപേക്ഷിച്ച്. അതുപോലെ തന്നെ അത് അറേ ഓപ്പറേഷൻസ് ലിസ്റ്റ് ഓപ്പറേഷൻസിനേക്കാളും ഫാസ്റ്റർ ആണ്. അതുപോലെ തന്നെ ഈ അറേ ഉപയോഗിച്ച് നമുക്ക് ലിസ്റ്റ് ഉപയോഗിച്ച് ചെയ്യാവുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാം, കൂടുതൽ ഓപ്പറേഷൻസ് ചെയ്യാം. ലീനിയർ ആൾജിബ്ര പോലെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറേ ഉപയോഗിച്ചിട്ട് ചെയ്യാം. അത് നമുക്ക് ലിസ്റ്റ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് തമ്മിൽ മെയിനായിട്ട് 4 വ്യത്യാസമാണ്. ഒന്ന്, അറേ സെയിം ടൈപ്പ് ഓഫ് എലമെന്റ്സ് ആയിരിക്കണം. 2, സൈസ് അറേക്ക് കുറവാണ്. പിന്നെ പെർഫോമൻസ് എന്നുവെച്ചാൽ ഫാസ്റ്റർ ആണ്, അറേ ഫാസ്റ്റർ ആണ്. ഫങ്ഷണാലിറ്റി എന്ന് വെച്ചാൽ അറേ ഉപയോഗിച്ച് കൂടുതൽ ഓപ്പറേഷൻസ് ചെയ്യാം, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് ചെയ്യാം. ഇത്രയാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എങ്ങനെ ഒരു അറേ ക്രിയേറ്റ് ചെയ്യാം. അറേ ക്രിയേറ്റ് ചെയ്യാൻ പല മെത്തേഡ്സ് ഉണ്ട്. അതാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് ഒരു അറേ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഈ അറേ എന്നുള്ളത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഈ numpy എന്ന മൊഡ്യൂളിലാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ മൊഡ്യൂൾ ഇമ്പോർട്ട് ചെയ്യണം. ഇത് നമ്മൾ നേരത്തെ കണ്ടതാണ് എങ്ങനെ ഒരു മൊഡ്യൂൾ ഇമ്പോർട്ട് ചെയ്യുക എന്നുള്ളത്. ഇമ്പോർട്ട് എന്ന് എഴുതുക, ഏത് മൊഡ്യൂളാണ് ഇമ്പോർട്ട് ചെയ്യേണ്ടത് അതിൻ്റെ പേര് എഴുതുക, എന്നിട്ട് ഇതിനെ വേറൊരു പേരിലേക്ക് മാറ്റി ഇമ്പോർട്ട് ചെയ്യണം. എങ്കിൽ അതായത് ഒരു ഇമ്പോർട്ട് സ്റ്റേറ്റ്മെന്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ളിലെ ഫങ്ഷൻസ് ഒക്കെ ഉപയോഗിക്കണമെങ്കിൽ ആ മൊഡ്യൂൾ നെയിം ഡോട്ട് ഫങ്ഷൻ നെയിം എന്ന് കൊടുക്കണം. അപ്പൊ എപ്പോഴും നമുക്ക് numpy ഡോട്ട് എന്ന ഇത്രയും 5 ക്യാരക്ടേഴ്സ് ടൈപ്പ് ചെയ്യാനേക്കാൾ എളുപ്പം ഈ 2 ക്യാരക്ടർ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഈ numpy എന്നുള്ള പേര് റീനെയിം ചെയ്തിട്ട് NP എന്നാക്കിയത്. ഇനി നമുക്ക് ഈ numpyയിലെ ഏതെങ്കിലും ഫങ്ഷൻസ് ഉപയോഗിക്കണമെങ്കിൽ numpy ഡോട്ട് ഫങ്ഷൻ നെയിം എന്ന് കൊടുക്കണ്ട, NP ഡോട്ട് ഫങ്ഷൻ നെയിം എന്ന് കൊടുത്താൽ മതി. അതുകൊണ്ടാണ് ഈ മൊഡ്യൂൾ നെയിമിനെ ഒരു വളരെ ചെറിയൊരു പേരായിട്ട് റീനെയിം ചെയ്യുന്നത്. അതാണ് ഫസ്റ്റ് ലൈനിൽ എഴുതിയിരിക്കുന്നത്, ഇമ്പോർട്ട് numpy ആസ് NP. ഈ numpy എന്ന മൊഡ്യൂള് നമുക്ക് NP എന്ന നെയിമിലേക്ക്
റീനെയിം ചെയ്തിട്ട് ഈ പ്രോഗ്രാമിലേക്ക് ഇമ്പോർട്ട് ചെയ്തു. അതാണ് ആദ്യം ചെയ്തിരിക്കുന്നത്. ഇനി ഒരു അറേ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്പയിലുള്ളൊരു ഫംഗ്ഷനാണ് അറേ. അറേ എന്നുള്ളൊരു ഫംഗ്ഷൻ. അറേ ബ്രാക്കറ്റിൽ ഒരു ബ്രാക്കറ്റ് ഉണ്ട്, റൗണ്ട് ബ്രാക്കറ്റ്. അപ്പോൾ റൗണ്ട് ബ്രാക്കറ്റിനുള്ളിൽ നമുക്ക് ഒരു അറേ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ട ഇത് കൊടുക്കാം. ഒന്നെങ്കിൽ അത് ലിസ്റ്റ് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു ടപ്പിൾ കൊടുക്കാം, അല്ലെങ്കിൽ അറേ പോലെ ഇരിക്കുന്ന ബ്രാക്കറ്റിനുള്ളിൽ കോമ ഇട്ട് കൊടുത്തിരിക്കുന്ന അങ്ങനെ ആ സ്ട്രക്ചറിലുള്ള ഏത് ഡേറ്റ ടൈപ്പും കൊടുത്തു കഴിഞ്ഞാൽ അതിനെ അത് അറേ ആക്കി കൺവേർട്ട് ചെയ്യും. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് ലിസ്റ്റ് ആണ്. np.array എന്ന് കൊടുത്തിട്ടുണ്ട്. ബ്രാക്കറ്റിനുള്ളിൽ ആ ലിസ്റ്റ് കൊടുത്തിരിക്കുകയാണ്. ലിസ്റ്റ് സ്ക്വയർ ബ്രാക്കറ്റിനാണ് ഡിഫൈൻ ചെയ്യുന്നത്. സ്ക്വയർ ബ്രാക്കറ്റിൽ 1 2 3 4 5 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ലിസ്റ്റാണ്. ആ ലിസ്റ്റിനെ അറേ ആക്കി കൺവേർട്ട് ചെയ്തിട്ട് ARR എന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തു. എന്നിട്ട് അതിനെ പ്രിന്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. പ്രിന്റ് ARR പ്രിന്റ് ചെയ്തപ്പോൾ എന്ത് കിട്ടി? 1 2 3 4 5 എന്ന് കിട്ടി. എന്നിട്ട് ഈ ARRന്റെ ടൈപ്പ് എന്താണെന്ന് ചെക്ക് ചെയ്തു. ടൈപ്പ് എന്താണ് കിട്ടിയത്? numpy.nd_array. അപ്പോൾ ഈ ഇൻഡിജർ ഫ്ലോട്ട് സ്ട്രിങ് എന്നൊക്കെ പറയുന്ന പോലെ numpyയിലെ അറേയുടെ ഡേറ്റ ടൈപ്പാണ് ND array. അത് n ഡയമെൻഷണൽ അറേ എന്നാണ്. അതിന്റെ ചുരുക്കി എഴുതുന്നതാണ് ND array. ഒരു അറേയുടെ ഡേറ്റ ടൈപ്പ് ND array എന്നാണ്. അതുപോലെ തന്നെ അറേ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതാണ്. എങ്ങനെയാണ് ഈ ഒരു അറേ എന്നൊരു ഫംഗ്ഷൻ, numpyയിലെ അറേ എന്നുള്ളൊരു ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടാണ് ഒരു പുതിയ അറേ ക്രിയേറ്റ് ചെയ്യാം. അതിന് ആ ബ്രാക്കറ്റിനുള്ളിൽ നമുക്ക് ലിസ്റ്റ് വേണമെങ്കിൽ കൊടുക്കാം, ടപ്പിൾ കൊടുക്കാം, അല്ലെങ്കിൽ അറേ പോലെ ഇരിക്കുന്ന അല്ലെങ്കിൽ ഒരു സീക്വൻസ് ആയിട്ടുള്ള എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഇതുവരെ പറഞ്ഞത് അറേയും ലിസ്റ്റും തമ്മിലുള്ള വ്യത്യാസം, പിന്നെ എങ്ങനെ ഒരു അറേ ക്രിയേറ്റ് ചെയ്യും, പിന്നെ അറേയുടെ ഡേറ്റ ടൈപ്പ് ND array ആണ്. ND array എന്ന് വെച്ചാൽ n ഡയമെൻഷണൽ അറേ. ഒരു ലിസ്റ്റ് ഉപയോഗിച്ച് മാത്രമല്ല, നമുക്ക് പല രീതിയിൽ അറേ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് ഉപയോഗിക്കുന്ന മറ്റൊരു ഫംഗ്ഷനാണ് arrange. ഇത് നമ്മൾ പൈത്തണിൽ നേരത്തെ പഠിച്ച ബേസിക് പൈത്തണിൽ നമ്മൾ റേഞ്ച് ഫംഗ്ഷൻ പഠിച്ചില്ലേ? റേഞ്ച് ഫംഗ്ഷൻ അത് തന്നെയാണ് ഈ numpyയിലെ arrange. അത് അറേ എന്നുള്ളതിന്റെ A ആണ് ആദ്യം എഴുതിയിരിക്കുന്നത്. അറേ റേഞ്ച് ഫംഗ്ഷൻ അത് സെയിം തന്നെയാണ്, എല്ലാം സെയിം ആണ്. അപ്പോൾ നമ്മളിവിടെ കൊടുക്കേണ്ടത് np ഡോട്ട് എന്ന് കൊടുക്കണമെന്നേ ഉള്ളൂ. അതായത് ഇത് numpy എന്ന മൊഡ്യൂളിനുള്ളിലാണ് എന്നുള്ളത് കൊണ്ട് np.arrange എന്ന് കൊടുത്തിട്ട് അതിനുള്ളിൽ നമുക്ക് റേഞ്ച് കൊടുക്കുന്ന പോലെ 3 നമ്പേഴ്സ് കൊടുക്കാം. ഒരു നമ്പർ മാത്രം കൊടുത്തിട്ടുള്ളെങ്കിൽ 0 മുതൽ ആ നമ്പറിന് തൊട്ട് മുന്നേ ഉള്ള നമ്പർ വരെയുള്ള ഒരു സീക്വൻസ് ആയിട്ട് ക്രിയേറ്റ് ആവും. 2 നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്പർ മുതൽ ആ നമ്പറിന് തൊട്ട് മുന്നേ ഉള്ള നമ്പർ വരെ ഒരു സീക്വൻസ് ക്രിയേറ്റ് ആവും. 3 നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്പർ മുതൽ സെക്കൻഡ് നമ്പറിന് തൊട്ട് മുന്നേ ഉള്ള നമ്പർ വരെ തേർഡ് നമ്പർ ഡിഫറൻസിൽ ഒരു സീക്വൻസ് ക്രിയേറ്റ് ആവും. അതേപോലെ തന്നെയാണ് ഇവിടെ arrange. അപ്പോൾ np.arrange 3 നമ്മൾ റൺ ചെയ്താൽ എന്തായിരിക്കും കിട്ടുക? എന്തായിരിക്കും കിട്ടുക? ഒരു അറേ ക്രിയേറ്റ് ആവും. അറേയിലെ എലമെന്റ്സ് എന്തൊക്കെയായിരിക്കും? സീറോ 1 2 ആയിരിക്കും. ഇവിടെ ഒരു നമ്പറേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ 0 മുതൽ 3ക്ക് തൊട്ട് മുന്നേ ഉള്ള നമ്പർ വരെ 1ന്റെ ഡിഫറൻസിൽ ഒരു അറേ ക്രിയേറ്റ് ആവും. ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. കണ്ടോ, ഒരു അറേ ക്രിയേറ്റ് ആയി. അറേയിലെ എലമെന്റ്സ് എങ്ങനെയൊക്കെയാണ്? 0 1 2 0 1 2 വരെയുള്ള ഒരു 0 1 2 എലമെന്റ്സ് ആയിട്ടുള്ള ഒരു അറേ ക്രിയേറ്റ് ആയി. ഇനി നമ്മൾ രണ്ടാമത്തെ ലൈനിൽ കൊടുത്തിരിക്കുന്ന നോക്കി, np.arrange അതിനുള്ളിൽ 3.0 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായിരിക്കും വരിക? ക്രിയേറ്റ് ആവുക
എന്തായിരിക്കും ക്രിയേറ്റ് ആവുക? ഇതുപോലെ തന്നെ ആയിരിക്കും 0, 1, 2 എന്ന് ഉള്ള എലമെന്റ് ആയിരിക്കും. പക്ഷെ ആദ്യത്തെ അറേ ക്രിയേറ്റ് ആയപ്പോൾ 0, 1, 2 എന്നുള്ള ഈ ഓരോ എലമെന്റും ഇന്റിജർ ആണ്. അതായത് ഒരു ഡെസിമൽ പോയിന്റ് ഇല്ല. പക്ഷെ ഈ റേഞ്ചിനുള്ളിൽ കൊടുക്കുന്ന നമ്പർ ഒരു ഡെസിമൽ ഉള്ള നമ്പർ ആണെങ്കിൽ ക്രിയേറ്റ് ചെയ്യുന്ന അറേയിലെ എലമെന്റ്സും ഒരു ഫ്ലോട്ട് ഡേറ്റ ടൈപ്പ് ഉള്ളതായിരിക്കും. അതായത് ഡെസിമൽ പോയിന്റ് ഉള്ള നമ്പേഴ്സ് വെച്ചിട്ടുള്ള ഒരു അറേ ആയിരിക്കും ക്രിയേറ്റ് ആവുക. എന്തോ ഇവിടെ 0 പോയിന്റ് ഒരു ഡെസിമലും കൂടെ വന്നിട്ടുണ്ട് ആദ്യത്തേനെ അപേക്ഷിച്ച്. അതുപോലെ തന്നെ 5,12 എന്ന് കൊടുക്കുമ്പോൾ എന്തായിരിക്കും കിട്ടുക? എന്തായിരിക്കും കിട്ടുക? 5 മുതൽ 11 വരെ അല്ലേ? 5 മുതൽ 11 വരെ. ഇതോ 3, 17, 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? ത്രീ 5 7 അങ്ങനെ 2. അങ്ങനെ കിട്ടും. സാറേ 3.0 അവിടെ 3 നമ്മളിപ്പോ ഒരു 5 ഒക്കെ കൊടുത്ത എന്താ കിട്ടുക? അപ്പൊ എറർ ആയിരിക്കും കാണിക്കുക. ഓ, അപ്പൊ ഇതിന് തൊട്ട് മുന്നേ ഉള്ള നമ്പർ വരെ പ്രിന്റ് ആവും. ഈ 3.5 ഇന്റിജർ ആണ് എന്തായാലും അതിനുള്ളിൽ കൊടുക്കേണ്ടത്. അതായത് ഒരു ഡെസിമൽ പ്ലേസ് ഉള്ള നമ്പർ കൊടുക്കാൻ പാടില്ല. നമ്മൾ ഡെസിമൽ പ്ലേസ് കൊടുത്തു കഴിഞ്ഞാൽ അതിന് തൊട്ട് മുന്നേ ഉള്ള നമ്പർ ആയിട്ടുള്ള 3 വരെ പ്രിന്റ് ആവുന്നുണ്ട്. 3.9 വരെ കൊടുത്താലും 3 വരെയുള്ള ഇത് പ്രിന്റ് ആവും. ഓക്കെ, അതെനിക്കറിയില്ലായിരുന്നു അങ്ങനെ ഡെസിമൽ പ്ലേസ് കൊടുത്തു കഴിഞ്ഞാൽ പ്രിന്റ് ആവുമെന്ന്. ഓക്കെ, അങ്ങനെ പ്രിന്റ് ആവുന്നുണ്ട്. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. നമ്മൾ നേരത്തെ റേഞ്ച് ഫംഗ്ഷൻ പഠിച്ച പോലെ തന്നെ ഈ നമ്പയിലുള്ളതാണ് ഈ എ റേഞ്ച്. എ റേഞ്ച് എന്ന് ഉദ്ദേശിക്കുന്ന അറേയുടെ റേഞ്ച് ആണ്. നമുക്ക് 3 നമ്പേഴ്സ് കൊടുക്കാം: എൻഡ്, സ്റ്റാർട്ട്, എൻഡ്, സ്റ്റെപ്പ്. നിങ്ങൾക്ക് നേരത്തെ അറിയാവുന്നതുകൊണ്ട് അത് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. ഇനി അതുപോലെ തന്നെ അറേ ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വേറൊരു ഫംഗ്ഷനാണ് ലിൻ സ്പേസ്. ലിൻ സ്പേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 2 നമ്പർ കൊടുക്കാം. 2 നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അതിനിടയിൽ ഈക്വൽ ഡിസ്റ്റൻസിൽ കുറേ നമ്പേഴ്സ് ക്രിയേറ്റ് ചെയ്യും. അതിനുപയോഗിക്കുന്ന ഫംഗ്ഷനാണ് ലിൻ സ്പേസ്. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം എഴുതിയിരിക്കുന്നുണ്ട് np.linspace 2,3 എന്നിട്ട് ഒരു നമ്പറും കൊടുത്തിട്ടുണ്ട്, num = 5 എന്നും കൊടുത്തിട്ടുണ്ട്. ഇത് റൺ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2 മുതൽ 3 വരെ ഉള്ള 5 നമ്പർ കണ്ടുപിടിക്കും. 2നും 3നും ഇടയിലുള്ള 5 നമ്പർ കണ്ടുപിടിക്കും. ആ 5 നമ്പർ എങ്ങനെയായിരിക്കും? ഈക്വൽ ഇന്റർവെല്ലിലുള്ള 5 നമ്പർ ആയിരിക്കും. അതായത് 2, പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഒരു അടുത്ത നമ്പർ ഉണ്ടാവും. ആ അടുത്ത നമ്പറും അതിൻ്റെ അടുത്ത നമ്പറും തമ്മിലുള്ള ഡിഫറൻസ് സെയിം ആയിരിക്കും. അപ്പോൾ ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. അങ്ങനെ 5 നമ്പർ ക്രിയേറ്റ് ചെയ്യും ഈക്വൽ ഇന്റർവെല്ലിലുള്ള 2, 2.25, 2.5, 2.75, 3. 5 നമ്പർ ഉണ്ട്. 1, 2, 3, 4, 5. ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് ലിൻ സ്പേസ്. ഇന്റിജർ കൊടുത്തു കഴിഞ്ഞാല് ഈ = 5 എന്ന് കൊടുത്താ എങ്ങനെയാ വരിക? ഫ്ലോട്ട് കൊടുത്തോണ്ടല്ലേ ഇവിടെ ഇന്റിജർ കൊടുത്താലോ? നോക്കാം.
ഇൻഡിജർ കൊടുത്താലും അങ്ങനെ തന്നെ കിട്ടും. അവിടെ ഇൻഡിജർ ആണോ ഫ്ലോട്ട് ആണോ എന്നുള്ളത് വ്യത്യാസം ഉണ്ടാക്കുന്നില്ല. ഇതിനിടയിലുള്ള പോയിന്റ്സ് എന്തായാലും ഫ്ലോട്ട് ആയിരിക്കും. ഇപ്പൊ 5 നമ്പർ എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അവിടെ ഇൻഡിജറും കൊടുക്കാം ഫ്ലോട്ടും കൊടുക്കാം, രണ്ടിലും കുഴപ്പമില്ല. പിന്നെ നമുക്കൊരു അഡീഷണൽ ഒരു കാര്യം കൂടെ കൊടുക്കാം. അതായത് എൻ പോയിന്റ് ഈക്വൽ ടു ഫാൾസ് എന്ന് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 3 എടുക്കില്ല. അതായത് നമ്മൾ ലാസ്റ്റിൽ കൊടുക്കുന്ന നമ്പർ ഇൻക്ലൂഡ് ചെയ്യില്ല. ഫസ്റ്റിൽ നമ്മൾ റൺ ചെയ്ത് കണ്ടോ, 2നും 3നും ഇടയിലുള്ള 5 നമ്പേഴ്സ് പ്രിന്റ് ചെയ്തു ഈക്വൽ ഇന്റർവെല്ലിലുള്ളത്. പക്ഷെ 3യും കൂടി അതിൽ ഇൻക്ലൂഡഡ് ആണ് ഫസ്റ്റിൽ നമ്മൾ റൺ ചെയ്തപ്പോൾ. പക്ഷേ എൻ പോയിന്റ് ഈക്വൽ ടു ഫോൾസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ 3 വരില്ല. അപ്പൊ 3ക്ക് തൊട്ട് മുന്നേ ഉള്ള സംഖ്യ വരെ 5 നമ്പർ പ്രിന്റ് ചെയ്യും. ഒന്ന് റൺ ചെയ്ത് നോക്കാം. 5 നമ്പേഴ്സ് പ്രിന്റ് ചെയ്തു, പക്ഷെ 3 വന്നിട്ടില്ല. ഇത് തമ്മിലുള്ള ഇന്റർവെല് സെയിം ആണ്. 0.2ന്റെ ഡിഫറൻസിലാണ് പ്രിന്റ് ആയത്. അതായത് ലാസ്റ്റിൽ പ്രിന്റ് ചെയ്ത ഈ നമ്പറും 3യും തമ്മിലുള്ള ഇന്റർവെല്ലും സെയിം ആയിരിക്കണം. അതായത് 0.2 തന്നെ ആയിരിക്കും. പക്ഷെ ആ 3 പ്രിന്റ് ആവില്ല. മനസ്സിലായോ? ഈക്വൽ ഇന്റർവെല് തന്നെയാണ്. ലാസ്റ്റിൽ പ്രിന്റ് ചെയ്ത നമ്പറും 3യും തമ്മിലുള്ളതും സെയിം ഇന്റർവെല് തന്നെ ആയിരിക്കും. പക്ഷെ 3 പ്രിന്റ് ആവില്ല. അങ്ങനെ 5 എണ്ണം, പക്ഷെ 5 നമ്പർ പ്രിന്റ് ആവുകയും ചെയ്തു. അപ്പൊ അതാണ് എൻ പോയിന്റ് ഫോൾസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ. എൻ പോയിന്റ് ട്രൂ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം കിട്ടിയതുപോലെ തന്നെ കിട്ടും. അതായത് ഡിഫോൾട്ട് ആയിട്ട് എൻ പോയിന്റ് ട്രൂ ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ നമുക്ക് എൻ പോയിന്റ് ഫോൾസ് എന്ന് കൊടുക്കാം. എൻ പോയിന്റ് ട്രൂ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം കിട്ടിയത് തന്നെ കിട്ടും. ആദ്യം കിട്ടിയ അതേ അറേ തന്നെ കിട്ടും. 2, 2.25, 2.5, 2.75, 3. അതായത് ഡിഫോൾട്ട് ആയിട്ട് എൻ പോയിന്റ് ട്രൂ ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഫോൾസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ലാസ്റ്റിൽ കൊടുത്ത നമ്പർ ഇൻക്ലൂഡഡ് അല്ലാതെ ആ 2 നമ്പർ തമ്മിലുള്ള അതിനിടയിലുള്ള 5 നമ്പേഴ്സ് പ്രിന്റ് ചെയ്യും. ഇനി നമുക്ക് ഇത് റെഡ് സ്റ്റെപ്പ് ഈക്വൽ ടു ട്രൂ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ റെപ്പറ്റീഷന്റെ സ്റ്റെപ്പ് സൈസ് ഇല്ലേ, ആ സൈസ് കൂടെ നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടും. എത്ര അതായത് കോമൺ ഡിഫറൻസ് എത്രയാണെന്നുള്ളതും കൂടെ നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടും. ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. 2 മുതൽ 3 വരെ പ്രിന്റ് ചെയ്തു. ഇതിന്റെ കോമൺ ഡിഫറൻസ് 0.25 ആണെന്നുള്ളതും കൂടെ നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടും. അപ്പൊ ഇത് അറേ ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മറ്റൊരു ഫംഗ്ഷൻ ആണ്. ഇത് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും നമ്പേഴ്സ് വെച്ച് ചെക്ക് ചെയ്യണോ? നിങ്ങൾ പറയാമെങ്കിൽ ആ നമ്പേഴ്സ് ഞാൻ ടൈപ്പ് ചെയ്തിട്ട് റൺ ചെയ്തോ. np. linspace സാറേ ഇതില് ഇൻഫിനിറ്റി വർക്കാവോ? ഇൻഫിനിറ്റിയോ? ഇൻഫിനിറ്റി നമ്മൾ എങ്ങനെ കൊടുക്കും? നോക്കാം. സിമ്പിൾ ആയിട്ട് കൊടുക്കാൻ പറ്റൂല. സിമ്പിള് ഇൻഫിനിറ്റിക്കുള്ള സിമ്പിൾ എന്താണെന്ന് എനിക്കറിയില്ല. നോക്കട്ടെ, ഇൻഫിനിറ്റിക്ക് ഒരു സിമ്പിൾ ഉണ്ടോ നോക്കട്ടെ. ഇല്ല, അങ്ങനെ ഒരു ഇൻഫിനിറ്റിക്ക് ഒരു സിമ്പിള് കാണുന്നില്ല. 1/0 എന്ന് കൊടുത്ത് നോക്കിയാൽ. അല്ല സാർ, ഒരു ഓപ്പറേഷൻ ആയി കൊടുക്കാൻ പറ്റുമോ 1/0?
ഡിവിഷൻ ബൈ 0 എന്ന് കാണിക്കുള്ളൂ. 1/0 ഇൻഫിനിറ്റി ആയിട്ട് ഇതിൽ കാൽക്കുലേറ്റ് ചെയ്യില്ല. അത് ഡിവിഷൻ ബൈ 0 എററിനെ കാണിക്കുള്ളൂ. ഇല്ല, അപ്പൊ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അല്ല, നമുക്ക് ഇൻഫിനിറ്റി വരെയുള്ള നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ തന്നെ എറർ കാണിക്കും. അപ്പോൾ എന്ത് സംഭവിക്കുന്നത്, ഒരു വലിയൊരു അറേ ആയിരിക്കും ക്രിയേറ്റ് ആവുക. 0, 1, 2, 3 അങ്ങനെ ഇൻഫിനിറ്റി വരെയുള്ള ഒരു അറേ ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന്റെ സൈസ് എത്ര ആയിരിക്കും? ഇൻഫിനിറ്റി ആയിരിക്കും. അപ്പൊ അത് എന്തായിരിക്കും, കമ്പ്യൂട്ടറിന്റെ മെമ്മറി അപ്പൊ തന്നെ ഫുൾ ആവും. അപ്പൊ തന്നെ അത് കോഡ് എന്താവും ക്രാഷ് ആവും, ഇല്ലേ? 0 മുതൽ ഇൻഫിനിറ്റി വരെയുള്ള നമ്പർ സ്റ്റോർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇൻഫിനിറ്റി മെമ്മറി വേണം സ്റ്റോർ ചെയ്യാൻ. അത് പറ്റില്ല. പിന്നെ വേറെ എന്തെങ്കിലും ചെക്ക് ചെയ്യണം? ഇപ്പോൾ വേറെ നമ്പർ കൊടുത്ത് നോക്കാം. 1,10 NUM equal to 6. ഇത് 6 നമ്പർ പ്രിന്റ് ചെയ്തു, 1 മുതൽ 10 വരെ. അതിന്റെ ഡിഫറൻസ് സെയിം ആയിരിക്കും. ഡിഫറൻസ് കൂടെ വേണമെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം? റെഡ് സ്റ്റെപ്പ് ഈക്വൽ ടു ട്രൂ എന്ന് കൂടി കൊടുക്കുക. 1.8ന്റെ ഡിഫറൻസിൽ ഉള്ള നമ്പേഴ്സാണ് പ്രിന്റ് ആയി കിട്ടിയത്. അപ്പോൾ അറേ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് 2 ഫങ്ഷൻസ് ഉപയോഗിക്കാം. ഒന്ന് റേഞ്ച് ഫങ്ഷൻ, അത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഇവിടെ അത് എ റേഞ്ച് ആണ്, അത് അറേ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. പിന്നെ ലിൻസ്പേസ്. ഈ ലിൻസ്പേസ് ഉപയോഗിക്കുന്നത് നമുക്ക് ഇനി ഇന്റർപോളേഷൻ ഒക്കെ ചെയ്യുമ്പോൾ, ഇനി നെക്സ്റ്റ് മൊഡ്യൂളിൽ പഠിക്കുമ്പോൾ 2 നമ്പറുകൾക്കിടയിൽ ഇത്ര പോയിന്റ്സ് ഈക്വൽ ഇന്റർവെല്ലിൽ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യം വരും. അപ്പോഴാണ് നമ്മൾ ലിൻസ്പേസ് ഉപയോഗിക്കുന്നത്. ഇത് കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ലിൻസ്പേസ്. എ റേഞ്ച് ഉപയോഗിക്കും. ഇത് രണ്ടും നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കും. ഒരു ലിസ്റ്റ് ഉപയോഗിച്ചോ ടപ്പിൾ ഉപയോഗിച്ചോ അറേ ക്രിയേറ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഈ 2 ഫങ്ഷൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അറേ ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ ഇങ്ങനെയാണ് അറേ ക്രിയേറ്റ് ചെയ്യേണ്ട രീതി. ഇനി ലിസ്റ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് പല രീതിയിലുള്ള അറേ ക്രിയേറ്റ് ചെയ്യാം. അതായത് പല ഡയമെൻഷനിലുള്ള 1 ഡയമെൻഷണൽ അറേ ഉണ്ട്, 2 ഡയമെൻഷണൽ ഉണ്ട്, 3 ഡയമെൻഷണൽ അറേസ് ഉണ്ട്. അപ്പൊ അതാണ് ഇനി പറയാൻ പോകുന്നത്. 1 ഡയമെൻഷണൽ അറേ എന്ന് വെച്ചാൽ ഒരു ഒറ്റ ലൈനിൽ ഉള്ള അറേ. അതായത് നമ്മൾ ഇപ്പൊ കണ്ടത് ലിസ്റ്റ് ഒക്കെ ഒരു 1 ഡയമെൻഷണൽ അറേ ആണ്, അറേക്ക് ഇക്വലന്റ് ആണ്. അതിങ്ങനെയാണ്. 2 ഡയമെൻഷണൽ അറേ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് 1ഉം 2ഉം തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞത് ഒരു 1 ഡയമെൻഷണൽ അറേ ആണ്. 1, 2, 3, 4, 5 എന്നുള്ളത് ഒരു ലിസ്റ്റാണ്. അതിനെ ആ ലിസ്റ്റ് ഉപയോഗിച്ചിട്ട് ഒരു അറേ ആയിട്ട് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ അറേ പ്രിന്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഡയമെൻഷൻ പ്രിന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന രീതിയാണ് ARR.NDIM. n ഡയമെൻഷൻ, അത് എത്രയാണ് അതിന്റെ ഡയമെൻഷൻ പ്രിന്റ് ചെയ്യും. അതുപോലെ നമുക്ക് സൈസ് പ്രിന്റ് ചെയ്യാം, ഷേപ്പ് പ്രിന്റ് ചെയ്യാം. അതായത് ഈ n ഡൈം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്രിന്റ് ചെയ്യുന്നത് അതിന്റെ റാങ്ക് ആയിരിക്കും. റാങ്ക് ഓഫ് ദ ടെൻസർ. ആ ടെൻസറിന്റെ റാങ്ക് പ്രിന്റ് ചെയ്യും. ടെൻസറിന്റെ റാങ്ക് എന്ന് വെച്ചാൽ എന്താ? ടെൻസറിന്റെ റാങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ സ്കേലാർ, വെക്ടർ, മെട്രിക്സ് എടുക്കുകയാണെങ്കിൽ സ്കേലാറിന്റെ റാങ്ക് 0, ഒരു വെക്ടറിന്റെ റാങ്ക് 1ഉം മെട്രിക്സിന്റെ റാങ്ക് 2 ആയിരിക്കും. അത് നിങ്ങൾ ടെൻസർ പഠിച്ചിട്ടുണ്ടാവും കഴിഞ്ഞ സെമ്മില്. അതാണ് പ്രിന്റ് ചെയ്യുക. ഇപ്പൊ n ടൈം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ടെൻസർ ഏത് റാങ്ക് ആണെന്നുള്ളതാണ് പ്രിന്റ് ചെയ്യുക. അതുപോലെ സൈസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിൽ ടോട്ടൽ എത്ര എലമെന്റ്സ് ഉണ്ടെന്നുള്ളതാണ് പ്രിന്റ് ചെയ്യുക. ഇവിടെ ഇപ്പൊ 5 എലമെന്റ്സ് ഉണ്ട്, 5 പ്രിന്റ് ചെയ്യും. ഇത് ഒരു വെക്ടർ ആണ്. വെക്ടർ എന്ന് വെച്ചാൽ ഒരു കോളമോ ഒരു റോയോ മാത്രമേ ഉള്ളൂ. അപ്പൊ അതിന്റെ റാങ്ക് 1 ആയിരിക്കും. പിന്നെ ഷേപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഓർഡർ ആയിരിക്കും. അതായത് 1/2 മെട്രിക്സിന്റെ ഓർഡർ ഇല്ലേ, 1/2, 2/3 എന്നൊക്കെ എഴുതത്തില്ലേ.
അതായിരിക്കും പ്രിന്റ് ചെയ്യുക. ഇപ്പൊ ഈ കേസിൽ എന്തായിരിക്കും പ്രിന്റ് ചെയ്യുക? ഇതിന്റെ റാങ്ക് എന്തായിരിക്കും? ഇത് ഒരു റോ മാത്രമേ ഉള്ളൂ. ഒരു റോ ഉള്ളത് കൊണ്ട് ഇതൊരു വെക്ടറിന് ഇക്വലന്റ് ആണ്. ഒരു വെക്ടറിന്റെ എക്സ് വൈ സെഡ് ആണെങ്കിൽ അതിന് 3 ഇതുണ്ടായിരിക്കുമല്ലോ, ഇത് കമ്പോണൻസ്. ഇതിനെ കോമ ഇട്ട് എഴുതുന്ന പോലെയാണ് ഇവിടെ ഒരു റോ ഉള്ള ഒരു മെട്രിക്സിന് ഒരു വെക്ടറിന് ഇക്വലന്റ് ആണ്. അപ്പോൾ ഇവിടെ റാങ്ക് 1 എന്ന് പ്രിന്റ് ആവും. ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ് എത്ര എണ്ണം ഉണ്ട്? ഇവിടെ 5 എലമെന്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഓർഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 5 ആണ് ഓർഡർ വരിക. അതായത് 5 ഇൻറ്റു 0 ആണ്. 5/0 അല്ലെങ്കിൽ 0/5 ആ ഫോമിലാണ് ഇതിരിക്കുന്നത്. അതായത് ഒരു റോ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു കോളം മാത്രമേ ഉള്ളൂ. ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇതാ ഇങ്ങനെ കിട്ടും. അറേ പ്രിന്റായി. അതിൻ്റെ ഡയമെൻഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് റാങ്ക് ആയിരിക്കും, ടെൻസറിന്റെ റാങ്ക്. അതുപോലെ തന്നെ സൈസ് കൊടുത്തു കഴിഞ്ഞാൽ എത്ര എലമെന്റ്സ് ഉണ്ടെന്ന് ഉള്ളത് പ്രിന്റ് ആവും. ഷേപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഓർഡർ. ഇവിടെ ഇത് 5/0 ആണ്. 5/0 എന്ന് പറയുമ്പോൾ ഒരു 5 റോയും കോളം ഇല്ല, അല്ലെങ്കിൽ തിരിച്ചും പറയാം 5 കോളം 1 റോ. അങ്ങനെ നമുക്കിത് ചെയ്യാം. പക്ഷെ ഇവിടെ ഡിഫോൾട്ടായിട്ട് ചെയ്തിരിക്കുന്നത് 5 റോ ഉണ്ട്, കോളം 0. അതായത് ഒരു വെക്ടറാണ്. അപ്പൊ അതിന്റെ ഓർഡർ പ്രിന്റായി. ഇനി നമുക്ക് നോക്കേണ്ടത് ഇതുപോലെ തന്നെ 2 ഡയമെൻഷണൽ അറേ 3 ഡയമെൻഷണൽ അറേ ആണ്. അപ്പോൾ അത് ഞാൻ വേറൊരു ലിങ്ക് അയച്ചു തരാം. ഇപ്പോൾ ഒരു 35 മിനിറ്റ് ആയിട്ടുണ്ട്.